നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്ര ഗാനമാണ്. മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ. ഒരു പക്ഷേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്, വീഡിയോ ഇത് മിക്കവാറും എയറിലൊക്കെ പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അസഹിഷ്ണുരായി വന്ന് കമൻറ്റുകൾ എഴുതും. ആ കമൻറ്റുകൾ എഴുതുന്നവർക്ക്, നല്ലത് എഴുതുന്നവർക്ക് ദൈവം നല്ലത് നൽകട്ടെ. ഇനി മോശം എഴുതുന്നവരെ കുറിച്ചുള്ളതായ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ, പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു മതപണ്ഡിതൻ പറഞ്ഞു, ഫാദർ മനസ്സിലാക്കിയ ഇസ്ലാമിനെ കുറിച്ചൊന്ന് എഴുതണം, അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ചൊന്ന് എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഇനിയും അങ്ങനെ ഒരു എഴുത്തു ഭാഷയിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രസംഗികൾക്ക് കുരു പൊട്ടും. നാടൻ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം പൊതുവെ മുസ്ലിങ്ങളെക്കുറിച്ച്, ഇസ്ലാം മതവിശ്വാസികളെക്കുറിച്ചുള്ള അമുസ്ലിമുകളുടെ ധാരണ ഇത് വളരെ സങ്കുചിതമായ ഒരു മതധാരയാണ് എന്നുള്ളതാണ്. ഒരു കാലഘട്ടം വരെയും എൻ്റെയും ഒരു ചിന്താധാര അങ്ങനെ തന്നെയായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള ആളുകൾ വരെ കാതോർത്തിരിക്കുന്ന ഫാദർ സെവേറിയോസ് തോമസ് അവരുകളെ രണ്ട് മാപ്പിളപ്പാട്ടുകളോടുകൂടി ഇവിടുത്തെ പ്രഭാഷണം ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനരായ മതപണ്ഡിതന്മാരെ, വ്യക്തിത്വങ്ങളെ, ശേഷമുള്ള നല്ലവരായ നാട്ടുകാരെ, ഏവർക്കും സ്നേഹ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരു പഞ്ച് പോരല്ലോ, തിരുവനന്തപുരം കൊല്ലം സൈഡിലുള്ളവർക്ക് ഇത്ര ഊർജം പോരാ. ഞാൻ ബോധപൂർവമാണ് നിങ്ങൾക്ക് സലാം പറഞ്ഞത്. കാരണം നിങ്ങൾ എത്ര പേർ സലാം മടക്കുമെന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു. അവിടുന്ന് തന്നെ ഞാൻ ചെറിയ വാക്കുകളിൽ എൻ്റെ പ്രഭാഷണം നിർവഹിച്ച് വേദിയോട് വിട പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ എനിക്ക് മുൻപ് സംസാരിച്ച കാടക പ്രഭാഷകൻ, ആരാധ്യനായ ഉസ്താദ് ഇവിടെ ഇസ്ലാമിൻ്റെ ഈ കാലഘട്ടത്തെ കാലിക പ്രസക്തമായി നാം ചിന്തിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയായിരുന്നു. ഇന്ന് ഈ മദ്രസയുടെ വജ്രജൂബിലി സമാപന സമ്മേളനത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഒരു ചോദ്യം എൻ്റെ മുസ്ലിം സഹോദരങ്ങളോടുണ്ട്. എന്താണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രസക്തി? മുസ്ലിങ്ങളോട് മാത്രമല്ല, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ, പള്ളികളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഞാൻ അവിടെയും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ കാലഘട്ടത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ ചര്യയുടെ പ്രസക്തി എന്താണ്? ഒരുപക്ഷെ ഇവിടെ മതം പഠിക്കുന്ന അനേകം ആളുകളുണ്ട്, പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാരുണ്ട്. നമ്മുടെ മതപശ്ചാത്തലത്തിൽ തീർച്ചയായും അതിന് നമുക്കൊക്കെയും പാകമായ മറുപടികളുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം ആഴമായി പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നാം ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് നാം മനുഷ്യരാണെന്നുള്ള ബോധ്യത്തോടും നാം കുറവുള്ളവരാണെന്നുള്ള ബോധ്യത്തോടും കൂടി സ്നേഹമാകുന്ന, കരുണയാകുന്ന, ദയാനിധിയാകുന്ന ദൈവത്തിൻ്റെ പ്രതിരൂപമാകുന്ന നമ്മൾ ദൈവികമായ നന്മകൾ നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് നാം ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസചര്യയുടെ ഒരു കർമ്മം, അടിസ്ഥാനം എന്നുള്ളത്. തീർച്ചയായും ഇതിനു മുൻപുള്ള പല നാളുകളിൽ ഇവിടുത്തെ പല ചടങ്ങുകളിലേക്കും ക്ഷണം ലഭിച്ചിരുന്നെങ്കിലും വരാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഒരു ഇത്രയും പണ്ഡിത സമൂഹത്തോടൊപ്പം
ഇന്ന് ഈ വേദിയിലായിരിക്കുവാൻ സാധിക്കുമ്പോൾ ഇതൊരു വളരെ പ്രസക്തമായ ഒരു അനുഭവമായി ഞാൻ കാണുകയാണ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു മതേതര മതസൗഹാർദ്ദ വേദിയായി ഞാൻ കാണുകയാണ്. കാരണം ഇന്നത്തെ ഈ ഒരു നോട്ടീസിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവർകളാണ്. അദ്ദേഹത്തോടൊപ്പം ബഹുമാന്യരായ ഉസ്താദുമാരുണ്ട്, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയുണ്ട്, ബലഹീനായി ഞാനും ഒരുമിച്ച് ഇന്ന് ഈ വേദിയിലേക്ക് വരുമ്പോൾ ഈ കാലഘട്ടം നേരിടുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ ഈ വേദി എന്ന് പറയുന്നത്. ഒരു മദ്രസയുടെ വജ്ര ജൂബിലി സമാപന വേദിയും നബിദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ തീർച്ചയായും വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമാകുന്ന വിശ്വാസ പാതയിലുള്ളവരെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇസ്ലാം പൊതുസമൂഹത്തോട് പറയേണ്ടത് ഇതൊരു സങ്കുചിത മതമല്ല എന്നുള്ളതാണ്. പൊതുവെ മുസ്ലിങ്ങളെക്കുറിച്ച്, ഇസ്ലാം മതവിശ്വാസികളെക്കുറിച്ചുള്ള അമുസ്ലിമുകളുടെ ധാരണ ഇത് വളരെ സങ്കുചിതമായ ഒരു മതധാരയാണ് എന്നുള്ളതാണ്. ഒരു കാലഘട്ടം വരെയും എൻ്റെയും ഒരു ചിന്താധാര അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെങ്ങന്നൂരിനടുത്തുള്ള പ്രയാർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വാടകയ്ക്ക് പോലും ഒരു മുസ്ലിം കുടുംബം ഇല്ല എന്നുള്ളതാണ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഒരു പഠനവും യാത്രയും ഒക്കെ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു വളരെ തീക്ഷ്ണമതികളാണ്. വിശ്വാസകാര്യത്തിൽ വളരെ നിഷ്ഠ പുലർത്തുന്നവരാണ്. അതൊരു പരിധിവരെ യാഥാർത്ഥ്യവുമാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. എന്നാൽ എൻ്റേത് മാത്രം ശരിയും മറ്റുള്ളവൻ്റേത് മോശവും എന്നുള്ള ഒരു ചിന്താധാര പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ വെച്ചു പുലർത്തുന്നില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. മറ്റ് മതങ്ങളിലെല്ലാം പൗരോഹിത്യം വളരെയേറെ അധികാരം കൈയാളുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ പൗരോഹിത്യമില്ല എന്നുള്ളതാണ്. മതപണ്ഡിതന്മാരാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുകയും ഹദീസുകളും മറ്റ് കിതാബുകളും ഒക്കെ പഠിച്ച് അത് വിവരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ ഒരുവൻ പ്രാപ്തനാണ് എങ്കിൽ അവനൊരു പണ്ഡിതനായി ഗണിക്കപ്പെടുകയാണ്. അതിന് കുറേ കടമ്പകളുമൊക്കെ ഉണ്ട്. എന്നാൽ മറ്റു മതങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ ഇസ്ലാം ഒരു വിശാലതയുടെ ഒരു അനുഭവമാകുമ്പോൾ എവിടെയൊക്കെയോ ആ വിശാലത പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നാം ആയിരിക്കുന്ന കേരളത്തിൽ പോലും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വജ്ര ജൂബിലിയുടെ സമാപന സമ്മേളനം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ ഇത് മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല വേദിയായി രൂപാന്തരപ്പെടുകയാണ്. അതോടൊപ്പം 60 വർഷത്തെ ഒരു ധാർമ്മിക വിപ്ലവത്തിൻ്റെ ഒരു പ്രഘോഷണം കൂടിയാണ് ഇന്നത്തെ ഈ വേദി എന്ന് പറയുന്നത്, ഈ ചടങ്ങ്. കഴിഞ്ഞ 60 വർഷക്കാലം ഇവിടെ ഒരു മദ്രസ സ്ഥാപിതമായി അത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാൻ പ്രാപ്തരായ അനുഭവസമ്പത്തുള്ള ഉസ്താദുമാർ ഇവിടെയുണ്ട്. ഇവിടെ ഉസ്താദുമാർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ലഭ്യമാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പം എനിക്കൊരാശ്വാസം തോന്നി. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇത്രയൊക്കെ ഉള്ളല്ലോ എന്നുള്ള ഒരാശ്വാസം തോന്നി. അതങ്ങനെയാണല്ലോ. നമ്മൾ ഈ പണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോൾ നിനക്ക് എത്ര മാർക്കുണ്ട്? ഞാൻ 2 മാർക്കിന് തോറ്റുപോയി. ഞാൻ 1 മാർക്കിന് തോറ്റുപോയി. അവരൻ 2 മാർക്കിന് തോറ്റുപോയപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സന്തോഷം വരും. അവൻ 2 മാർക്കിന് തോറ്റു, ഞാൻ 1 മാർക്കിന് തോറ്റുള്ളൂ, ഞങ്ങൾ 2 പേരും തോറ്റുപോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആദ്യകാലം മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളതായ പണ്ഡിതന്മാരുണ്ട്, ഉസ്താക്കന്മാരുണ്ട്. അവരുടെ ഒരു വലിയ സമർപ്പണത്തിൻ്റെയും അവർ നൽകിയ സേവനത്തിൻ്റെയും ഒരു ബാക്കിപത്രമാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും. അതുകൊണ്ട് തീർച്ചയായും 60 വർഷക്കാലം ഉന്നതമായ ധാർമ്മിക വിദ്യാഭ്യാസവും മൂല്യങ്ങളും മതബോധവും അല്ലെങ്കിൽ മതപഠനവും ഒക്കെ നിർവഹിക്കുവാനായിട്ട് ഒരു പ്രസ്ഥാനത്തിൽ സാധിച്ച്
അത് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ പൂർവികരായ ആളുകളുടെ ഒരു നന്മയുടെയും സാക്ഷ്യത്തിൻ്റെയും അനുഭവമാണ്. അതുകൊണ്ട് ഈ വജ്രജൂബിലി ആഘോഷം 60 വർഷക്കാലം നിർവഹിക്കപ്പെട്ടതായ ആ പഴമയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ്. മറ്റൊരു ചിന്ത പങ്കുവയ്ക്കുവാനുള്ളത്, ഇതൊരു സ്നേഹത്തിൻ്റെ സന്ദേശം പകർന്നു വയ്ക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെ നബിദിനാചരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് വ്യക്തമായി. പ്രവാചകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു മതപണ്ഡിതൻ പറഞ്ഞു, ഫാദർ മനസ്സിലാക്കിയ ഇസ്ലാമിനെ കുറിച്ചൊന്ന് എഴുതണം, അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ചൊന്ന് എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഇവിടെ എന്നെ സ്വാഗതം പറഞ്ഞപ്പോൾ ഉറപ്പിച്ചതുപോലെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനിയും അങ്ങനെ ഒരു എഴുത്തുഭാഷയിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രസംഗികൾക്ക് കുരു പൊട്ടും. നാടൻ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഒരു നാടൻ ഭാഷയാണ്. കാരണം യാതൊരു സാക്ഷ്യവും ബോധ്യവുമില്ലാതെ രാഷ്ട്രീയ ചിന്തകൾക്കും വ്യവസ്ഥാപിതമായി അല്ലെങ്കിൽ ഹിഡൻ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന, അതെല്ലാ മതത്തിലുമുണ്ട്. ഞാൻ പറഞ്ഞു, ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹൈന്ദവ സമുദായത്തിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവർക്കെപ്പോഴും മതം അല്ലെങ്കിൽ ആത്മീയ ചര്യകളെ, ആത്മീയ പാതകളെ ഇങ്ങനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്കിഷ്ടം. കാരണം എന്താ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഓർമ്മ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശമായി മാറണം. ഞാൻ വായിച്ചത് ഓർത്തെടുക്കുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിച്ചതായ സമയത്ത് പ്രവാചകനോട് അനുചരന്മാർ ചെന്ന് ചോദിച്ചു, അല്ലയോ നബിയെ, എന്തായിരിക്കണം ഇവിടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണസീമയിലുള്ള അമുസ്ലിമുകളോടുള്ളതായ നമ്മുടെ സമീപനം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അകാരണമായി അവരെ പീഡിപ്പിക്കുകയോ അവരുടെ മേൽ അമിതമായി നികുതി ചുമത്തുകയോ അവരുടെ സ്വതന്ത്രവും സ്വകാര്യവുമായ ജീവിതത്തെ ഭംഗപ്പെടുത്തുകയോ ചെയ്യുന്നവൻ എൻ്റെ മാർഗത്തിലുള്ളവൻ അല്ല. കുറച്ചുകൂടി കൃത്യവും വ്യക്തവുമായി പറഞ്ഞാൽ, അവരന് സമാധാനം നൽകാത്തവൻ എനിക്ക് ചേർന്നവനല്ല. ഇതിനു മുൻപ് സംസാരിച്ച അഭ്യുന്നനായ ഉസ്താദ് അത് വളരെ കൃത്യം പറഞ്ഞല്ലോ. ഒരു ചെടി പറിച്ചെടുത്തപ്പോൾ, ഒരു ഇല പറിച്ചപ്പോൾ, നീ എന്തിനാണ് ഈ പ്രകൃതിയോട് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്? എന്തിനാണ് പ്രകൃതിയെ നശിപ്പിക്കുവാൻ നീ ശ്രമിക്കുന്നതെന്ന് അനുചരന്മാരോട് ചോദിക്കുന്ന പ്രവാചകൻ. അതുപോലെ തന്നെ ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. അതിനുള്ള സമയമില്ലല്ലോ, മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ അമുസ്ലിമുകളായ ആളുകൾക്ക് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യമില്ല. വളരെ കൃത്യമായി പറഞ്ഞു, ഇസ്ലാം യുദ്ധം ചെയ്യുന്നത് എപ്പോഴാണ് എന്ന്. സാമ്രാജ്യത്വം വികസിപ്പിക്കുവാനല്ല, വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതെത്ര പേർക്കറിയാം? എത്ര പേരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ ഇസ്ലാമിൻ്റെ ചര്യയിലായിരിക്കുന്നവർക്ക്, ഇസ്ലാമിൻ്റെ പാതയിലായിരിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഓർമ്മകൾ, നബിദിനാചരണം കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ആഘോഷങ്ങൾ നടത്തുകയാണ്. ഈ ആഘോഷങ്ങളിലൂടെ ലഭ്യമാകേണ്ടത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. മാനവ സൗഹാർദ്ദവും ഐക്യവും ഇന്ന് ഈ കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ കടുവാപ്പള്ളിയുടെ ഈ ഒരു പരിസരത്ത് നിർവഹിക്കപ്പെടുമ്പോൾ ജാതി മതഭേദമന്യേ മനുഷ്യരെ ഒന്നായി കാണുവാനും പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും ഐക്യമത്യത്തോടും കൂടി ജീവിക്കുവാനുമൊക്കെ ഇത്തരം കൂട്ടായ്മകൾ അതിലൂടെ സാധ്യമായി തീരേണ്ടതുണ്ട്. ഇത് ഒരു മാനവ സൗഹാർദ്ദത്തിൻ്റെ വേദിയായി തീർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ ഒരു സൂഫി വര്യന്റെ ഒരു ഖബറിനാൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. തസവൂഫ്, ആ ഒരു മാർഗം. ഇത് സെമറ്റിക് ഭാഷയിലേക്ക് നമ്മൾ വരുമ്പോൾ ഞങ്ങളുടെ ബാബാമാരുടെയൊക്കെ ഖബറുകളുണ്ട്. ആ ഖബറുകളിലുള്ള പ്രാർത്ഥനകളെ ദുഖ്റോനോ എന്നാണ്. ദിഖാർ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ദിഖാർ എന്ന് പറഞ്ഞാൽ ടു റിമെമ്പർ, അനുസ്മരിക്കുക. എന്താണ്? ദൈവവചനം നിങ്ങളോട് പറഞ്ഞവരെ അവരെ അനുസ്മരിക്കുക, അവരുടെ ജീവിതചര്യയുടെ പ്രതിഫലം മനസ്സിലാക്കി അവർ നൽകിയ നന്മയുടെ പാതയിൽ മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ ദേവാലയത്തിന് നന്മകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ
സാക്ഷ്യമായി കൃത്യമായി നമസ്കരിച്ച ഒരു മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ പ്രതിഫലനമാണ് ഈ അനുഗ്രഹങ്ങളെന്ന് കാണുവാൻ ഈ ദേശത്തുള്ളവർക്കും ഈ മഹലിലുള്ളവർക്കും ഇവിടെ വന്നു പോകുന്നവർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള നബിദിനാചരണത്തിലും ഈ പരിപാടിയിലും വജ്ര ജൂബിലി സമാപന സമ്മേളനത്തിലും പങ്കെടുക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ചുമതലക്കാരുടെയുള്ളതായ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദ് സാധാരണഗതിയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുറിപ്പ് കൊണ്ടിരുന്നത്, ഫാദർ ഒരു പാട്ട് പാടണമെന്ന്. പക്ഷേ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യമേ തന്നെ അത് പറയുകയുണ്ടായി. പ്രവാചകനെ പ്രത്യേകം ഓർക്കുന്ന കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനം, അതിൻ്റെ ഏതാനും വരികൾ നിങ്ങൾക്ക് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്ര ഗാനമാണ്. ഒരു പക്ഷേ ഇവിടെ ലൈവ് പോകുന്നുണ്ട്, വീഡിയോ ഇത് മിക്കവാറും എയറിലൊക്കെ പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ അസഹിഷ്ണുരായി വന്ന് കമൻറ്റുകൾ എഴുതും. ആ കമൻറ്റുകൾ എഴുതുന്നവർക്ക്, നല്ലത് എഴുതുന്നവർക്ക് ദൈവം നല്ലത് നൽകട്ടെ. ഇനി മോശം എഴുതുന്നവരെ കുറിച്ചുള്ളതായ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ അവരെ നശിപ്പിക്കാതെ അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം ഒരുവൻ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മോട് എതിരിടുന്നവർ നശിച്ചു പോകാതെ അവരിൽ നിന്ന് ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാം. മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ ആമിന പെറ്റോളിവേ നബിയുള്ള അബ്ദുള്ള തൻ തെളിവേ ആദരവിൻ വടിവേ സഫിയുള്ള അഷറഫ് ഹൽക്കോളിവേ ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്ദമിയെന്നവരേ സത്യമുത്തവരേ റസൂലുള്ളാഹ് ഖൽബ് തെളിന്തവരേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ വാനത്തിലേറിയൊരേ മെഹ്റാജിൽ ആനന്ദം കൊണ്ടവരേ വാനത്തിനപ്പുറത്തെ ഹർഷിൻ്റെ പൊന്നൊളി കണ്ടവരേ ആകാശവാസികളാം നബിമാരെ ആകെ നളർത്തവരേ ആദിയോനാദരിത്തേ നബിയാരെ ആക്കമണൈത നേരേ മക്കത്തുതി തോളിവേ റസൂലുള്ളാഹ് ആദിയോൻ തന്നോളിവേ മണ്ണിൻ മുഖത്തെളിവേ ഹബീബുള്ളാഹ് ആലത്തിൻ പൊന്നോളിവേ. താങ്ക് യു.